ചർച്ച് വ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ചർച്ച് വ്ലോഗ് ഇന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ ഹൊസൂറിനടുത്തുള്ള നാഗമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച സ്ഥലം. പരിശുദ്ധ അമ്മ നേരിട്ട് ദർശനം നൽകി അത്ഭുത നീരുറവ 3 ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലുണ്ട്. നിരവധി വിശ്വാസികൾ പല മേഖലയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നുമെല്ലാം നിരവധി വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നു. നിരവധി രോഗസൗഖ്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച് വ്ലോഗിൽ പരിചയപ്പെടാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1% പോലും ക്രൈസ്തവരില്ലാത്ത തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെയാണ് പരിശുദ്ധ അമ്മ ആ വലിയൊരു അത്ഭുതം നടത്തിയിരിക്കുന്നത്. ആ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ലൂർദ് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഫാദർ മൈക്കിൾ കണ്ണാല OSP അച്ഛനാണ് ഇപ്പോൾ ഉള്ളത്. അച്ഛാ, യേശും ഷേഖ് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളിവിടേക്ക് എത്തിയപ്പോൾ വളരെ ഉള്ളിലേക്കായിട്ട് അധികം ജനവാസ മേഖലയൊന്നും അല്ലാത്ത ഒരു മേഖലയിലാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അച്ഛൻ വന്നത്? അച്ഛൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ചല്ല. എൻ്റെ പേര് മൈക്കിൾ കണ്ണാല. ഞാൻ വലംബ്രോസിൻ ബെനഡിക്റ്റൈൻ കോൺഗ്രിഗേഷൻപ്പെട്ട വൈദികനാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തുടങ്ങുന്നത് കേരളത്തിലുള്ള കോട്ടയത്തുള്ള കാർലോസ് തേറ സെമിനാരിലാണ്. 1988 ആദ്യത്തെ ബാച്ച് തുടങ്ങി. പിന്നീട് 2000 ആണ്ടിൽ ബാംഗ്ലൂർ ഹൗസ് നമ്മൾ സ്ഥാപിച്ചു. അവിടെ ഒരു സ്റ്റഡി ഹൗസായിട്ട് തിയോളജി ഫിലോസഫി സ്റ്റഡി ഹൗസായിട്ട് ആരംഭിച്ചു, ക്രിസ്ത്യോതി കോളേജിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഞങ്ങളത് ഇന്ത്യയിൽ തുടങ്ങുന്ന ആദ്യത്തെ ആശ്രമമാണ്. ഒഫീഷ്യലായിട്ടുള്ള ആശ്രമം ബാംഗ്ലൂരാണ്. അല്ലല്ല, ബാംഗ്ലൂർ. ഞാൻ ആ ആശ്രമത്തിൻ്റെ സ്റ്റുഡൻസ് ഇൻചാർജായിരുന്നു. ജോയ് ഊന്നലച്ചൻ ഇന്ത്യയിലെ സുപ്പീരിയറായിരുന്നു ആ സമയത്ത് 2000 വർഷത്തിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജോയിച്ചൻ സുപ്പീരിയർ, ഞാൻ അസിസ്റ്റൻറ്റ് നോയ്സ് മാസ്റ്ററായിട്ട് ഇങ്ങനെ ഒന്നിച്ച് അവിടെ ആരംഭിച്ച ആ സമയങ്ങളിൽ ഞങ്ങളെപ്പോഴും ഒരു വലംബ്രോസിൻ ബെനഡിക്റ്റൈൻ സഭയുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ പ്രെയർ ആൻഡ് വർക്ക്. അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുവാനുമായിട്ട് കുറച്ച് സ്ഥലം അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെയാണ് 2002 എൻ്റെ കൂടെ സെമിനാരിൽ പഠിച്ച ഒരു സഹോദരൻ സിറിയക്ക് ഇഞ്ചനാട്ടിൽ, അവൻ എന്നോട് പറഞ്ഞു എൻ്റെ ചേട്ടന് ഒസൂർ ഒരു 12 ഏക്കർ സ്ഥലം വിൽക്കുവാനുണ്ട്. അങ്ങനെയാണ് 2002 ഇവിടെ വന്ന് ഞങ്ങൾ സ്ഥലം കണ്ടു. അങ്ങനെ ഞാൻ ആദ്യത്തെ 12 ഏക്കർ സ്ഥലം വാങ്ങിച്ചു, കോൺഗ്രിഗേഷൻ പേരിൽ വാങ്ങിച്ചു. അങ്ങനെ 2002 മുതൽ ജോയിച്ചൻ എല്ലാ ദിവസവും, മിക്കവാറും തന്നെ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ 2002 മുതൽ 2008 വരെ ഈ 12 ഏക്കർ കംപ്ലീറ്റ് അഗ്രികൾച്ചർ കൃഷിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഇവിടുത്തെ കൃഷികൾ കാണുവാനായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് വന്ന ഒരു സമയങ്ങളായിരുന്നു 2002-2008. അതുപോലെ എല്ലാ ഏരിയയും കൃഷിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ വാങ്ങിക്കുന്നതും. ഇങ്ങനെ പിന്നീടാണ് 2008 ഈ അത്ഭുതം നടക്കുന്നത്. അതിനുശേഷമാണ് ഇതൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 അത്ഭുതങ്ങൾ, 3 നീരുറവകൾ ഉള്ള ഒരു തീർത്ഥാടന കേന്ദ്രം. അവിടെ ആദ്യത്തെ ഒരു അത്ഭുതം നടന്ന സ്ഥലം, അതായത് 2008 മെയ് 19 നടന്ന ഒരു അത്ഭുതത്തിലേക്കാണ്. ഇപ്പോൾ ഈ കാണുന്ന തെങ്ങ്, ഇതിന് 18 വർഷം അല്ല 17 വർഷത്തെ പഴക്കമുണ്ട്. കാരണം ഇത് 2008 ഈ ഒരു തെങ്ങുകൾ നടാനായിട്ട് കുഴി എടുക്കുകയായിരുന്നു. അതായിരുന്നു ഈ ഒരു അത്ഭുതങ്ങളുടെ തുടക്കം വരുന്നത്. അങ്ങനെ ഈ ഒരു പറമ്പിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ഈ തെങ്ങുകൾക്ക് വേണ്ടി കുഴിയെടുക്കുകയായിരുന്നു. അങ്ങനെ കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ എൻ്റെ സൈഡിലുള്ള ഈ ഒരു കെട്ടിൽ ഇവിടെ 1.5 അടി താഴ്ചയിൽ എത്തിയപ്പോഴത്തേക്കും വെള്ളം കണ്ടത്. ഈ 1.5 അടി താഴ്ചയിൽ വെള്ളം കണ്ടത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ പാടത്തിനടുത്തേക്കുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കില്ല.
പക്ഷേ ഈ ഒരു തമിഴ്നാട്ടിലെ ഈ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് 800-900 അടി താഴേക്ക് പോയാലാണ് വെള്ളമുള്ളൂ. വെള്ളം ഒട്ടുമില്ലാത്ത ഒരു പ്രദേശമാണ് ഇതിൻ്റെ ചുറ്റുപാട് മുഴുവൻ. അവിടെയാണ് 1.5 അടി താഴ്ചയിൽ വെള്ളം കണ്ടെത്തിയത്. അതാണ് ഈ ഒരു അത്ഭുതത്തിൻ്റെ ആരംഭം. ഈ ചരിത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഈ അത്ഭുതത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറായ ഫാദർ മൈക്കിൾ കണ്ണാല OSB അച്ഛൻ നമ്മളോട് വിശദീകരിക്കും. അച്ഛാ, ആദ്യത്തെ ഒരു അത്ഭുതമായിരുന്നു അല്ലേ 2008 സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ഈ ഒരു അത്ഭുതം, ഇങ്ങനെ ഒരു നീരുറവ കണ്ടതും അത് പിന്നീട് ഇതൊരു അത്ഭുത നീരുറവയാണെന്ന് തിരിച്ചറിഞ്ഞതുമല്ല? 2008 മെയ് മാസം 19-ാം തീയതി രാവിലെ 9 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഹിന്ദു സഹോദരൻ, തെങ്ങ് നടുവാനായിട്ട് കുഴി കുഴിച്ചപ്പോൾ 1.5 അടി താഴ്ചയിൽ വെള്ളം കണ്ടു. അപ്പോൾ അത് ഈ 1.5 അടി താഴ്ചയിൽ വെള്ളം കാണുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള, വളരെ അതിശയകരമായിട്ടൊരു കാര്യമാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഉടൻ തന്നെ ഈ സഹോദരൻ മമ്മട്ടിയോട് വെച്ചിട്ട് ഉടനെ മുകളിലോട്ട്, ഞങ്ങളുടെ ഹൗസിലുള്ള ഇവിടെ ഉണ്ടായിരുന്ന ജോയ് ഊന്നുകലച്ചനെ വിവരം അറിയിക്കുവാനായിട്ട് മുകളിലോട്ട് പോയി. അവിടെ ജോയിച്ചിനെ കണ്ടു. ജോയിച്ചിനെ ഓടി ഇവിടെ വന്നു. ജോയിച്ചിന് വെള്ളം കണ്ട് കയ്യിൽ കോരിയെടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു, വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി. അപ്പോൾ ജോയിച്ചിന് മനസ്സിലായത് ഇത് സാധാരണ ഒരു വെള്ളമല്ല, അത് എന്തോ ഒരു അതിശയശക്തി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് ഒരു 1-2 അടി വീതിയിൽ കുഴിച്ചു. ആദ്യം തന്നെ ജോയിച്ച് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഹിന്ദു സഹോദരൻ, പിന്നെ 2 നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവനോട് ഇത് വെള്ളം കുടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവൻ ഒരാഴ്ച കുടിച്ചു. കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഷുഗർ നോർമലായി. അതാണ് ഏറ്റവും ആദ്യത്തെ അനുഭവം ഈ 1.5 അടിയിൽ കിട്ടിയ വെള്ളത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതാണ് ആദ്യ തുടക്കത്തിൻ്റെ ഈ ഒരു അത്ഭുതത്തിൻ്റെ തുടക്കം. അപ്പോൾ അതിൽ പിന്നീട് ഇവിടെയുള്ള അടുത്തുള്ള ആളുകൾ ഇതറിഞ്ഞ് കേട്ട് ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയും അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് രോഗശാന്തി, അങ്ങനെയുള്ള പല രോഗത്തിന് സൗഖ്യങ്ങൾ കിട്ടുവാനായിട്ട് അതാണ് ഇതിൻ്റെ തുടക്കം. എത്ര നാൾ ഈ പറഞ്ഞ രോഗി ഈ ഒരു വെള്ളം കുടിച്ചു? ഒരാഴ്ചത്തോളം ഈ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണഗിരിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അത് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ വരെ അതിശയിച്ചാണ്. ഇൻസുലിൻ എടുത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് കുറയാന്ന് പറയുന്നത് അത്ര ഒരു സാധാരണ ഒരു കാര്യമല്ല. ഇപ്പോൾ ഡോക്ടർ വരെ അതിശയിച്ച് പോയി എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച്. അതുവരെ ഈ കാര്യങ്ങൾ പുറത്താരെയും അറിയിച്ചില്ല? ഇല്ലില്ല. അതിനുശേഷം ഈ രോഗിക്ക് അത്ഭുത സൗഖ്യം ലഭിച്ചതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾ കേട്ടറിഞ്ഞ് ഇങ്ങനെ നാഗമ്പലത്ത് ഒരു ഉറവയുണ്ടെന്നുള്ള ഒരു എന്താ പറയുന്നത് ഈ വാർത്ത മറ്റ് ഈ വില്ലേജുകളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി ഇവിടെയുള്ള ആളുകളാണ് ആദ്യം ഇവിടെ വരുന്നത്. അന്ന് ഇത്രയ്ക്കും ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇത് വലിയൊരു കുളമാണ്, ഇത്രയ്ക്കും വീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നീട് ഇത് ഇത്രയും വീതിയാക്കി? ആദ്യം ഒരു ചെറുതായിട്ട് ഒരു 5-6 അടി വീതിയിൽ കുഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോഴത്തേനും അത് ഒരിക്കലും തികയത്തില്ല. അപ്പോൾ ചോദിച്ചാൽ അതുകൊണ്ട് ഈ ഏരിയ മുഴുവനും അതൊരു ഇറ്റാച്ചി കൊണ്ട് വലുതാക്കി, ഒരു ഇറ്റാച്ചി എടുത്ത് കൊണ്ടുവന്ന് വലുതാക്കി. അതൊരു അപ്പോഴും അത്രത്തോളം ഉറവല്ല ഉണ്ടായിരുന്നു. സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് തികയാത്ത രീതിയിൽ അങ്ങനെ ഇത് ഒരു വലിയ കുളമാക്കിയിട്ട് ഉണ്ടായിരുന്നു. അന്ന് ആളുകളൊക്കെ ഈ കുളത്തിൽ വന്നാണ് കോരി കുടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ചുറ്റുമെന്ന് ഈ കുളത്തിൽ നിന്ന് ആളുകൾ കോരിയെടുത്താണ്. ഈ ഒരു പ്രദേശത്ത് ഹൈന്ദവർ അല്ലേ, കൂടുതലും ഹൈന്ദവരാണ്, ക്രൈസ്തവരില്ലല്ലോ. അപ്പോൾ അന്ന് വന്നത് ഹൈന്ദവരായിരുന്നു കൂടുതലും? തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഈ വെള്ളം അത് കഴിഞ്ഞിട്ട് ഈ ധർമ്മപുരി ഡയസിലുള്ള ഇടവുകളിൽ നിന്നുള്ള വിശ്വാസികൾ വരാൻ തുടങ്ങി, ബാംഗ്ലൂരിൽ നിന്ന് വരാൻ തുടങ്ങി. അറിഞ്ഞു കേട്ട് വരുന്നവരിങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ഒരു ഞായറാഴ്ച 1000-1500 ആൾക്കാർ ഞായറാഴ്ച വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. പിന്നീട് എങ്ങനെയാണ് ഇത് രണ്ടാമത്തെ ഒരു ഉറവ ഇവിടെ കിട്ടിയൊരു കിണറായിട്ട് കുഴിച്ചു? പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കിണർ കുഴിക്കാനായിട്ട് വന്നത്? ജോയ് ഊന്നുകലച്ചൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതായത് ഉണ്ടായ രണ്ടാമത്തെ ദർശനമാണ്. ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഇവിടെ ഒരു ഉറവയുണ്ടെന്നുള്ളൊരു ദർശനം അച്ഛനുണ്ടായി. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുഴിക്കുകയും 10 അടിയിൽ
10-12 അടി താഴ്ച കാണുമായിരിക്കും കൂടുതൽ. അതിൽ ഒരു വെള്ളം ഉറവ് വന്ന് അതൊരു കിണറായിട്ട് രൂപീകരിച്ചു. ആൾക്കാർക്ക് എടുക്കുന്ന രീതിയിൽ തൊട്ടി കെട്ടി വലിച്ച് ആദ്യം തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, മോട്ടറൊന്നും ഇല്ലായിരുന്നു. വരുന്ന ആൾക്കാർ തൊട്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോയായിരുന്നു. പിന്നീട് നന്നായിട്ട് ഇതിൽ റിങ്ങെല്ലാം ഇറക്കി അതിനകത്തൊരു മോട്ടർ വെച്ച് ടാങ്കിലോട്ട് അടിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്ന രീതിയിൽ നിലവിൽ വെള്ളം കൊടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. രണ്ടാമത്തെ തൊട്ടപ്പുറത്തുള്ള കുളത്തിൽ നിന്നുള്ള ഉറവ തന്നെ ഇവിടെ കയറുന്നത്. ഈ ഒരു ഉറവയും അച്ഛനയുടെ ദർശനമാണ് അല്ലേ? അതെ അതെ. അങ്ങനെയാണ് ഈ 3 അൾത്താരയിലും അതും ദർശനം മൂന്നാമത് വരുന്നത് അൾത്താരയിലാണ്. ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്ന വിശ്വാസികൾക്ക് ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ അത്ഭുത ഉറവയിൽ നിന്നുള്ള ഒരു വെള്ളം അത് കൊണ്ടുപോകാൻ സാധിക്കും. അത് ഒന്നുകിൽ അവർ കൊണ്ടുവരുന്ന കുപ്പിയിലോ അല്ലെങ്കിൽ ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു ബോട്ടിലുണ്ട്, അതിൽ നിറച്ചാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ ആ ഒരു അത്ഭുത ഉറവയിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം എടുത്ത് ആ പൈപ്പ് വഴിയാണ് ഇവിടുന്ന് വോളണ്ടിയേഴ്സ് വരുന്ന വിശ്വാസികൾക്കെല്ലാം വെള്ളം നിറച്ചു കൊടുക്കുന്നത്. ഈ ഒരു ലൂർദ് മാതാ തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന ധ്യാന ഹോള് അല്ലെങ്കിൽ പ്രാർത്ഥനാ ഹോള് എന്ന് പറയുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു അൾത്താര, അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ അത്ഭുതമായിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ രൂപവും അതിനു മുമ്പിലുള്ള മൂന്നാമത്തെ കിണറും, അതായത് അത്ഭുത ഉറവ കണ്ടതും ഇവിടെ നിന്നാണ്. നമുക്ക് ആ അൾത്താരയിലേക്കൊന്ന് പോകാം. പാറയിൽ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു രൂപം വെച്ച് ഇങ്ങനെ ഒരു ഗ്രോട്ട ഉണ്ടാക്കിയതിന് പിന്നിലും, അപ്പം ഈ ഒരു ഗ്രോട്ടയുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഈ ഒരു അൾത്താര, ഇതൊരു കിണറിൻ്റെ മുകളിലാണ് ഈ അൾത്താര സ്ഥിതി ചെയ്യുന്നത്. ഈ കിണറാണ് ഇവിടുത്തെ മൂന്നാമത്തെ അത്ഭുത ഉറവ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചരിത്രങ്ങൾ നമുക്ക് മൈക്കിളച്ചനോട് തന്നെ ചോദിക്കാം. അച്ഛാ, ഈ ഇതുപോലൊരു കിണറിൻ്റെ മുകളിലൊരു അൾത്താര, അത് മുമ്പെങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ല. മറ്റ് ദേവാലയങ്ങളിലുണ്ടോ, ഇത് ലോകത്ത് എവിടെയെങ്കിലൊക്കെ അത്തരത്തിലുണ്ടോ എന്നും അറിയില്ല. എങ്കിലും ഒരു അത്ഭുതം, ഒരു ഉറവയുടെ മുകളിൽ ഒരു അൾത്താര, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഗ്രോട്ടോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇല്ലേ? അതൊന്ന് പങ്കുവയ്ക്കാമോ? പ്രധാനമായിട്ടും ആദ്യമായിട്ട് തന്നെ ഈ ഗ്രോട്ടോ എങ്ങനെയാണ് ഇവിടെ സ്ഥാപിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉരുവായതെന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതായത് തുടക്കത്തിൽ ആദ്യത്തെ കുളം കണ്ടതിന് പിന്നീട് ഓഗസ്റ്റ് മാസം 19-ാം തീയതി രണ്ടാമത്തെ കുളം കണ്ടു. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ചെറിയ ചാപ്പലിലാണ്. ചാപ്പലിന് ഫ്രണ്ടായിട്ട് പുറത്ത് മുറ്റത്ത് ഷാമിയൊക്കെ ഇട്ട് ഒത്തിരി ആൾക്കാർ വരുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചു. പിന്നീട് ജോയിച്ചിനൊരു ദർശനമുണ്ടായി. മാതാവ് ഒരു ജപമാലയും പിടിച്ചുകൊണ്ട് ഒരു പാറയുടെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു ദർശനം ഉണ്ടായപ്പോൾ അച്ഛൻ ഇവിടെ ഒരു പാറക്കൂട്ടം ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കാടായിരുന്നു, കാട്ടും പ്രദേശമായിരുന്നു. ഇതെല്ലാം വെട്ടിത്തെളിച്ച് ഇവിടെ ഒരു പാറയുടെ അത് തുരന്ന് രൂപം, ലൂർദ് മാതാവിൻ്റെ രൂപം ആ പാറയ്ക്കകത്ത് തുരന്ന് സ്ഥാപിച്ചു. അങ്ങനെ രൂപം വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2009 സെപ്റ്റംബർ 19-ാം തീയതിയാണ് ഇവിടെ ഒരു പുതിയൊരു ഉറവയുണ്ടെന്നുള്ളൊരു ദർശനം ഉണ്ടാകുന്നത്. അങ്ങനെ അത് ഈ ജോയച്ചന് അങ്ങനെ ഒരു ദർശനമുണ്ടായി. പരിശുദ്ധ അമ്മ ജപമാലയും ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട്. അപ്പം അത്തരത്തിൽ അതൊരു അച്ഛന് സന്ദേശമായിട്ട് തന്നെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഇങ്ങനൊരു ഇവിടെ ഒരു ഗുഹയിൽ അല്ലെങ്കിൽ ഈ ഒരു പാറക്കൂട്ടത്തിനുള്ളിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇരിക്കണം എന്നൊരു ആഗ്രഹം എന്ന രീതിയിൽ തന്നെ അച്ഛനത് മനസ്സിലായി അല്ലേ? അതെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാറയുള്ളത് ഈ ഏരിയ ഞങ്ങളുടെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കും ജോയിച്ചൻ അത് ഈ ഒരു ഏരിയ തന്നെ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമായ കാരണം എല്ലാം
അനുയോജ്യമായിട്ടൊരു സ്ഥലമായിട്ട് അച്ഛന് തോന്നിക്കാണണം. അതുകൊണ്ടായിരിക്കും പരിശുദ്ധ അമ്മ ഒരു മുൻകൂട്ടി കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ലോകം ഇവിടെ മൊത്തം ഒരു അനുഗ്രഹം നേടുന്ന ഒരു ഇടമായിട്ട് ഇത് മാറുമെന്ന് അച്ഛൻ അന്നേ തോന്നിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ഗ്രോട്ട വന്നു, ഒരുപാട് വിശ്വാസികൾ വന്നിരുന്നു പ്രാർത്ഥിച്ചിരുന്നോ? എങ്ങനെയായിരുന്നു? എനിക്ക് നാനാജാതി മതസ്ഥരായിരുന്നു, കാരണം ഈ ഒരു പ്രദേശം മൊത്തം ക്രൈസ്തവർ വളരെ കുറവുള്ള ഒരു പ്രദേശം കൂടിയല്ലേ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ അടുത്തങ്ങ് ഒരു ക്രിസ്ത്യൻസ് ഇല്ലാത്തൊരു ഒരു ഒരു വില്ലേജാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ മുഴുവനും ഒത്തിരിയേറെ കുറേ ദൂരത്തു നിന്നാണ്, 100-150 കിലോമീറ്റർ ദൂരെ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരാണ് വരുന്നത്. അതിനകത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, മറ്റ് പല നാനാജാതി മനസ്സരായ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നൊരു പുണ്യമായ ഒരു സ്ഥലമാണ്, ഒരു തീർത്ഥാടന സ്ഥലമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു പ്രാർത്ഥന നടക്കുന്നു, അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് ഒരു കിണർ കുത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുത ഉറവ ഈ ഒരു ഗ്രോട്ടയ്ക്ക് മുൻപിലുണ്ട് എന്നത് അച്ഛനെ ലഭിച്ചത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അച്ഛന് കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെ അച്ഛന് ദർശനം കിട്ടിയതാണ്. അതുപോലെ തന്നെ പലരോടും ചോദിച്ചു ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടോ എന്നുള്ള ചോദിക്കും. അത് കൺഫേം ആകണമല്ലോ, ചുമ്മാ നമ്മൾ കുഴിച്ചിട്ട് വെറുതെ വെള്ളമില്ലാതിരിക്കും. അപ്പോൾ അത് പല രീതിയിൽ അച്ഛനത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇവിടെ കിണർ കുത്തിയത്, അതൊരു അൾത്താരയാക്കി രൂപപ്പെടുത്തിയത്. അങ്ങനെ കിണർ കുത്തണ സമയത്ത് ഇപ്പം 20 എത്ര അടി? 20 അടി താഴ്ചയിൽ നമുക്ക് വെള്ളം കാണാൻ ശ്രമിച്ചല്ലേ? ആ സമയത്തും അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അത് കുഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ആദ്യം ഒരു ദിവസം ഒരു ഗ്രൂപ്പ് സിസ്റ്റേഴ്സ്, അതിലൊരു സിസ്റ്ററിന് തൈറോയിഡിൻ്റെ അസുഖമുണ്ടായിരുന്നു, ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ സിസ്റ്റർ കിണറിൻ്റെ അടിയിൽ നിന്ന് വന്ന അതിൻ്റെ ചെളിമണ്ണ് അത് കഴുത്തിൽ പുരട്ടി കംപ്ലീറ്റ് ആയിട്ട് തൈറോയിഡ് സുഖപ്പെട്ടുവെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞു. ഈ ഒരു കിണർ കുഴിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി. അതായത് വെള്ളം കണ്ടില്ല, അതിനു മുമ്പ് തന്നെ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ നടത്തി. ഇന്ന് ഇങ്ങനെ ഒരു അൾത്താര ഈ ഒരു കിണറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇപ്പം ഞാൻ പോലും നിൽക്കുന്ന ഈ കിണറിനോട് തൊട്ട് വരണം, വളരെ അത്ഭുതങ്ങൾ നടക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വെള്ളം എന്തിനേക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സാക്രിസ്റ്റിയിലെ നമ്മുടെ അൾത്താരയിൽ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് തളിക്കുവാനായിട്ട്, ആനാമ്പളമായിട്ട് തളിക്കുവാനായിട്ട് ഈ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മറ്റെവിടെയും ഇങ്ങനെ ഒരു അറിയില്ല, ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് അല്ലേ? പ്രത്യേകിച്ച് എനിക്ക് ബാംഗ്ലൂർ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അതെ, കൂടുതലും 80% വരുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള തമിഴ് വിശ്വാസികളാണ് കൂടുതലായിട്ട് വരിക. ഇപ്പോൾ ഈ ഒരു സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ഹാളിൽ എന്നൊക്കെയാണ് പ്രാർത്ഥനകൾ വരിക? മെയിനായിട്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ പബ്ലിക്കായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ശനിയും ഞായറുമാണ്. ഒരു മാസത്തിൽ 2ാം ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്, 2ാം ശനിയാഴ്ച. ആ ദിവസം രാവിലെ 10:30 റോസറി ജപമാല പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു ധ്യാനം, ഒരു 1 hour ധ്യാനമുണ്ട്. ധ്യാനം കഴിഞ്ഞതിന് ശേഷം തമിഴ് ഭാഷയിൽ പരിശുദ്ധ ശേഷം ആരാധന കഴിഞ്ഞ് ആരാധനയുടെ പ്രദർശനം, ഇതെല്ലാം കഴിയുമ്പോൾ ഏകദേശം 10:30 മുതൽ 2 മണി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സർവീസ് ഇവിടെയുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തീർത്ഥാടനത്തിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 3ാമത്തെ അത്ഭുതമായ ഈ ഒരു അത്ഭുത ഉറവ, കിണറും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മ തന്നെ ഇവിടെ അന്നുണ്ടായിരുന്ന വൈദികന് ജോയച്ചന് ദർശനത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഗ്രോട്ടോയിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടതും, ഇവിടെ ലൂർദ് മാതാവിൻ്റെ അല്ലേ, അത് എന്തുകൊണ്ടാണ് ലൂർദ് മാതാവിൻ്റെ ഒരു രൂപം വയ്ക്കുന്നത്? ജോയച്ചനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2008 150 വർഷത്തെ ജൂബിലി വർഷമായിരുന്നു. ലൂർദിൽ മാതാ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 150ാമത്തെ വാർഷികമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലൂർദിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെയും നടക്കുന്നു. ഒത്തിരി വെള്ളം കുടിക്കുന്നവർക്ക് ഒത്തിരിയേറെ അത്ഭുതം നടക്കുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തതും ലൂർദ് മാതാവിനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് അച്ഛൻ മനസ്സിലായി. അങ്ങനെ ലൂർദ് മാതാവിൻ്റെ രൂപം വെച്ച് നമ്മളിവിടെ ആരംഭിച്ചു. അതിൻ്റെ പേരിൽ ഇത് പള്ളിക്ക് തന്നെ പേര് തന്നെ ഇട്ടത് അവർ ലേഡി ഓഫ് ലൂർദ് നാഗമംഗലം.
என் பெயர் அலோசிஸ். நான் இந்த சர்ச்சுக்கு பக்கத்தில் பின்னாடி இருக்கேன். 2008 இருந்து நாங்கள் இங்கே சர்வீஸ் பண்ணிகிட்ருக்கோம். சர்ச்சில் நிறைய மிராக்கிள்ஸ் இந்த தீர்த்தனால், இது குடித்ததுனால கிட்டத்தட்ட பல 1000 பேருக்கு மேலே மிராக்கிள்ஸ் நடந்திருக்கு. யூடியூப்பில் கூட இருக்குது. அதில் ஒரு 2 மட்டும் நான் உங்ககிட்ட சொல்லிக்க விரும்புகிறேன். அதில் ஒன்று, ஹஸ்பண்ட் அண்ட் ஒய்ஃப் 2 பேருமே டாக்டர்ஸு. 12 இயர்ஸாக பேபி இல்லை. அவங்களுக்கு டாக்டர்ஸ் தெரியாத மெடிசன் எதுவுமே இல்லை. ஆனால் பக்கத்தில் இருந்த கிறிஸ்துவின் குடும்பம் அவங்களுக்கு சொல்லி இந்த ஆலயத்துக்கு வந்து தீர்த்தம் சாப்பிட்டு ரொம்ப நாள் இல்லைங்க, இங்கே உட்காந்து பக்தியோடு ப்ரேயர் பண்ணாங்க. ஆராதனையில் கண்ணீரோடு அழுது ஜபிச்சாங்க. அந்த மாதமே அவங்க கன்சீவ் ஆனாங்க. 10 months கழித்து ஒரு பேபி இல்லை, ட்வின்ஸ் பேபி மாதமா பரிந்து பேசி கொடுத்தாங்க. மிகப்பெரிய சாட்சியம் இது. அதே போல் சர்ச்சுக்கு பேக் சைடு ஒரு வஜ்ரம் என்ற ஒரு சகோதரன் இன்னும் உயிரோடு வாழ்ந்துட்டுருக்கான். 36-37 வயசு இருக்கும் அவனுக்கு. இந்த சர்ச் ஆரம்பிக்கும் போது ஃபஸ்ட்டு தீர்த்தம் கொடுத்ததே அவனுக்கு தான். ஒரு நாளைக்கு 2 இன்சுலின் இன்ஜெக்ஷன் எடுத்துகிட்டு இருந்தவன் இன்றைக்கி சுகர் எதுவுமே இல்லாமல் நல்லா பியூராக குணமாகி இன்றைக்கு கூட வாழ்ந்துட்டுருக்கான். இத்தனைக்கு இந்து சகோதரன். இந்த இடத்துல சுற்றிலும் பார்த்தீங்கன்னா 1100 அடி 150 அடி தான். என் வீடு பார்த்தீங்கன்னா இந்த மாதா ஸ்டாச்சுக்கு பேக் சைடே என் வீடு. 1150 அடி நாங்கள் போர் போட்டிருக்கோம் பிரியமானவர்களே. ஆனால் மே மாதம் 19ஆம் தேதி, மே மாதம்னா நமக்கு எல்லாருக்கும் தெரியும் அந்த காலம் வெப்பத்தின் காலம். மே மாதம் 19ஆம் தேதி மாதா ஸ்டாச்சு வைக்கும்போது 1 அடியில் தண்ணி அங்கே பீறிட்டு வந்தது எங்கள் கண்களால் நாங்கள் பார்த்தோம். இன்றைக்கும் அந்த தீர்த்தம் இருக்குது. இந்த சுற்றிலையும் ஃபாதர்ஸ் கூட கொஞ்சம் அந்த பக்கம் போய் போர் போட்டிருக்காங்க. 1000 அடிக்கு மேலே தான் தண்ணி. இந்த சுற்றிலையும் எல்லா இடத்துலையும் 1000 அடிக்கு மேலே தான் தண்ணி கிடைக்குது. ஆனால் மாதாவின் பரிந்துரையினால் அற்புதமான நீரூற்று கிடைச்சி பல லட்சம் மக்கள் இங்கே வந்து ஆசீர்வாதங்களை பெற்று செல்கிறாங்க. உங்களால் முடிந்தால் நீங்களும் வந்து ஆசீர்வாதத்தை பெற்றுக்கொள்ளுங்கள். സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മിപ്പോൾ ആയിരിക്കുന്ന ഈ ലൂർദ് മാതാവിൻ്റെ തീർത്ഥാടന സ്ഥലം ധർമ്മപുരി ഡയസിൻ്റെ കീഴിലുള്ള ഒരു തീർത്ഥാടന സ്ഥലമാണ്. ഈ തീർത്ഥാടന സ്ഥലത്തിലേക്ക് വരുന്ന വിശ്വാസികൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിലൊരു അതിശയം അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ 24 വർഷം വൈദികർക്ക് വേണ്ടി, വൈദ്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു ഹിന്ദു സഹോദരൻ, അദ്ദേഹം കിച്ചണിൽ ഞങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്ത ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 73 വയസ്സുണ്ട്. 2023 അദ്ദേഹത്തിന് ശ്വാസകോശ അർബുദം 4ാമത്തെ സ്റ്റേജിൽ അദ്ദേഹത്തെ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ആ നിമിഷം മുതൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ എല്ലാ അച്ഛന്മാരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അദ്ദേഹം കോട്ടയത്തുള്ള കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്നെടുത്ത ഈ അത്ഭുത ഉറവ കോട്ടയത്തോട്ട് കൊടുത്തുവിട്ട് അദ്ദേഹം താൻ എടുക്കുന്ന മരുന്നോടുകൂടി ഈ അത്ഭുത ഉറവ അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കീമോതെറാപ്പി, അദ്ദേഹത്തിൻ്റെ റേഡിയേഷൻ ഇതെല്ലാം കഴിഞ്ഞു. അവസാനത്തെ റിസൾട്ട് വരുന്നത് വളരെ എല്ലാവർക്കും ഭയങ്കര അതിശയമായ, കാരണം 4ാമത്തെ സ്റ്റേജിൽ ക്യാൻസർ വരുന്നവർ രക്ഷപ്പെടുന്നത് വളരെ ചുരുക്കമാണ്. ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് നമുക്ക് ലൈറ്റായിട്ട് തന്നെ കീമോതെറാപ്പി കൊടുക്കാം, വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അവസാനം എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ലെൻസ് ക്യാൻസർ എന്ന ഒരു സിംറ്റം പോലുമില്ല. അദ്ദേഹം ഇന്ന് വളരെ ആരോഗ്യവാനായിട്ട് ഞങ്ങളുടെ കടുത്തുരുത്തിലുള്ള SKP സ്കൂളിലെ പിള്ളേർക്ക് വേണ്ടി സ്റ്റോറിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഇവിടെ നടന്ന ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ വൺ ഓഫ് ദ മിറാക്കിൾസ് ദറ്റ് ഹാപ്പൻ ഹിയർ. സ്നേഹമുള്ളവരെ, ഈ തീർത്ഥാടനത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ
നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് പുതുതായിട്ടൊരു ദേവാലയം പണിയുവാനായിട്ട് വിശ്വാസികൾ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം 2025 ഏപ്രിൽ 1-ാം തീയതി പുതിയ ഒരു ദേവാലയത്തിൻ്റെ പണികൾ ആരംഭിച്ചു. 9 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 5 കോടിയോളം അതിൻ്റെ ചിലവ് വരും. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് കൊടുക്കുന്ന സംഭാവനയാലാണ് ഈ ദേവാലയം പണിയുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ദേവാലയത്തിൽ നിന്നും കേരളത്തിലുള്ളവരും കർണാടകത്തിലുള്ള ഒത്തിരിയേറെ ആളുകൾ വരുന്നുണ്ട്. ഇനിയും കൂടുതൽ മുന്നോട്ട് വന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമയുടെ മാധ്യസ്ഥാൽ ധാരാളം ദൈവാലയങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ നിരവധി അത്ഭുതങ്ങൾ നടക്കുന്ന ഫ്രാൻസിലെ ലൂർദ് മാതാവിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പലപ്പോഴും ലൂർദ് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ലൂർദ് മാതാവിൻ്റെ പേരിലുള്ള ദേവാലയങ്ങൾ ലോകം മുഴുവനും ഉണ്ട്. എങ്കിലും ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി ജില്ലയിൽ ഹൊസൂരിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉള്ളിലായി നാഗമംഗലത്ത് ഈ ലൂർദ് മാതാവിൻ്റെ സന്നിധി, അത് ഭാരതത്തിലെ മക്കൾക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. ഇവിടെയുള്ള 3 അത്ഭുത നീരുറവകൾ നമ്മൾ കണ്ടു. ഈ അത്ഭുത നീരുറവകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന രോഗശാന്തികൾ പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ കേട്ടാൽ വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളാണ് ഇവിടെ ഈ ഒരു ലൂർദ് മാതാവിൻ്റെ ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൂർദ് മാതാവിനോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഈ വഴി പോകുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയുന്നവരോ ബാംഗ്ലൂർ പോകുന്നവർക്കൊക്കെ ഈ ഒരു നാഗമംഗലത്തെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി പോകാം.